രുചി വൈവിധ്യങ്ങളാൽ നിങ്ങളുടെ മനസ്സിനെ കീഴടക്കാൻ സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര. വീണ്ടും നമുക്ക് ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. ഗോപിട്ട, ഇപ്പോൾ നമ്മുടെ ചേലക്കരയിൽ കുറേ പ്രവർത്തനങ്ങൾ അങ്ങ് പറയുണ്ടായി. ഇപ്പോൾ എന്തെങ്കിലും അടിയന്തരമായിട്ട് നമ്മുടെ നാടിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കാനുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും സമരങ്ങൾ അങ്ങനെയുണ്ടോ? എന്തോ ഒരു സംയുക്ത സമരം ഏതേ വിഷയത്തെ കുറിച്ച് ഇവിടെ നടക്കുന്നുണ്ടോ? താങ്കൾ ചോദിച്ചത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. കാരണം ഇപ്പോൾ നമ്മുടെ ഈ ചേലക്കര എന്ന് ഞാൻ പറഞ്ഞ് സൂചിപ്പിച്ചു കഴിഞ്ഞു, ഒരു മലയോര കാർഷിക ഗ്രാമമാണ്. 24ഓളം വാർഡുകളുള്ള അതിൽ ഏകദേശം 16ഓളം വാർഡുകളും മലയോരവുമായി ബന്ധപ്പെട്ട് കാർഷിക വൃത്തി ചെയ്ത് ജീവിക്കുന്നവരാണ്. ചേലക്കരയിൽ ഇപ്പോൾ എൻ്റെ മുന്നിൽ ഈ റൈറ്റ് വിഷൻ സ്റ്റുഡിയോന് മുന്നിൽ നിങ്ങൾക്ക് റോഡ് കാണാൻ വരുമ്പോൾ, ആ റോഡ് ഇപ്പോൾ നിങ്ങൾ വാഴക്കോട് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ വാഴക്കോടായാലും ശരി, പാലക്കാട് ഭാഗത്തേക്ക് പോകുമ്പോൾ എളനാടായാലും ശരി, നിങ്ങൾക്കൊരു പ്രത്യേക കാഴ്ച കാണാം. ഈ ഇടത് ഭാഗം മുഴുവൻ കുഴിഞ്ഞിരിക്കുന്നുണ്ടാവും, ഒരു അര അടി 3/4 അടി കുഴിഞ്ഞിരിക്കുന്നുണ്ടാവും. ഏകദേശം ഈ 2-3 വാർഡുകളിലായി ഏകദേശം 350-400 കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് 5ഓളം കോറികൾ തികച്ചും നിയമവിരുദ്ധമായി അശാസ്ത്രീയമായി പ്രവർത്തിക്കുന്ന, ഈ ചെറിയ ഭാരം കയറ്റി ഓടാൻ അനുവദിക്കുന്ന ഈ റോഡുകളിൽ കൂടി വലിയ 60ഓളം ടൺ കയറ്റിക്കൊണ്ട് പോകുന്ന ജീവന് തന്നെ സാധാരണക്കാരൻ്റെ ഒരു കോറിയിൽ പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന, ഞാൻ പറയാത്തതിന് അങ്ങേക്കറിയാം, ആ ഭാഗത്തെ കുടിവെള്ളം അനന്തമായി എന്നേക്കുമായി നഷ്ടപ്പെടും. ആ വെള്ളമെല്ലാം വിഷാംശം കലരും. പിന്നെ അവിടുത്തെ വായു മലിനീകരണം അതിഭീകരമായ എനിക്ക് തന്നെ കുറച്ച് കാലം 1-1 മാസമായി ശബ്ദം വളരെ ഉണ്ട്. എൻ്റെ കുടുംബം മുഴുവൻ ഒരു തരത്തിലല്ലെങ്കിൽ ഞങ്ങൾ ഈ കുടുംബം 100-300ഓളം കുടുംബങ്ങളെന്ന് ഒരു നല്ല രീതിയിൽ പറയുകയാണെങ്കിൽ ഡോക്ടർമാർക്കൊക്കെ വലിയ ശാഖരയാണ്. ഇത്തരം റോഡുകൾ വലിയ പൊടിശല്യം കാരണവും വളരെ ദുരിതത്തിലിരിക്കുമ്പോൾ അത്തരം പരിപാടിക്കെതിരെ, ഈ അനധികൃതമായി നടക്കുന്ന കോറിക്കെതിരെ യാതൊരു നിയന്ത്രണവുമില്ലാതെ, യാതൊരു അംഗീകാരവുമില്ലാതെ അനുവദിച്ചതിൽ എത്രയോ 100 മടങ്ങ് പൊട്ടിച്ചുകൊണ്ട്, ഒരു മാനദണ്ഡം പാലിക്കാതെ പ്രകൃതിയെ ചൂഷണം ചെയ്ത് വലിയ മലകൾ ഇടിച്ചു നിരത്തിക്കൊണ്ട് 60-70 ടൺ വെച്ചിട്ട് ഏകദേശം 170ഓളം ലോറികൾ ഈ ജനവാസ മേഖലയിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായും ഒരു പൗരബോധമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ, ഞാൻ ആദ്യം സൂചിപ്പിച്ചു ഈ അഴിമതിക്കെതിരെ എന്നുള്ളത്, വ്യക്തി എന്ന നിലയിൽ അതിനെ നേരിടാൻ ഞങ്ങൾ ഇവിടുത്തെ കക്ഷി രാഷ്ട്രീയ മത വ്യത്യാസമില്ല ഒരു കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട്. അതിന് വെങ്ങാനല്ലൂർ ജനകീയ സംരക്ഷണ മുന്നണി എന്നാണ് അതിൻ്റെ പേര്. അതിൽ ഞാൻ ചെയർമാനാണ്. ഇവിടുത്തെ ചേലക്കര സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം കൂടിയായ വിനോദ് പന്തലാടി പ്രധാന കൺവീനറുമായി ബാക്കി 2 മെമ്പർമാർ പഞ്ചായത്ത് അംഗ കമ്മിറ്റിയുമായി ഒരു 100 അംഗ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ശക്തമായി ഇത്തരം അനീതിക്കെതിരെ, കോറിക്ക് മാത്രമല്ല, ഇത്തരം ബാറുകൾ, നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ബാറുകൾ, ബാറിൽ വെച്ച് മദ്യപിച്ച് കഴിഞ്ഞാൽ അവരെ ക്രൂരമായി മർദ്ദിച്ചുകൊണ്ട് റോട്ടിലേക്ക് വലിച്ചെറിയുന്ന, അതൊക്കെ അറിയാലോ സീനിയർ ലോയർ എന്ന നിലയ്ക്ക്. ഇതിനെതിരെ എല്ലാം തന്നെയാണ് ഞങ്ങളുടെ പ്രവർത്തനം. ശക്തമായ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. അത് നിയമപരമായും പ്രക്ഷോഭങ്ങളും അതിനെതിരെയുള്ള പ്രക്ഷോഭങ്ങളും നിരന്തരമായി സംഘടിപ്പിക്കുന്നു. സ്വാഭാവികമായി ഞാൻ സൂചിപ്പിച്ച മാതിരി മരണം എപ്പോഴും എൻ്റെ കൂടെയുണ്ടെന്ന് വിശ്വസിച്ച് നടക്കുന്ന ഒരാളാണ്. പല പ്രാവശ്യം അവർ പറഞ്ഞു കഴിഞ്ഞു. ഒരു കോറിയുടെ ഉടമ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയത്, ഒരു വണ്ടിക്ക് ബ്രേക്കിൽ ഒന്ന് ചവിട്ടി കിട്ടിയില്ല എന്ന് വെച്ചാൽ 6 മാസത്തെ ഒരു ലൈസൻസ് സസ്പെൻഷനാണ്. ഇപ്പോഴും നിങ്ങളുടെ ചെയർമാൻ ഉണ്ടാവില്ല കേട്ടോ എന്ന് എന്നോട് ഇവിടെ പറഞ്ഞു. എൻ്റെ സഹപ്രവർത്തകനോട് പറഞ്ഞു, മരണം ഒരിക്കലേ ഉണ്ടാവുള്ളൂ. പല പ്രാവശ്യം മരിക്കുന്നത് ഭീരുക്കളാണ്. അപ്പോൾ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. എനിക്ക് മരണം ഒരിക്കലേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അത് അശേഷം എന്നെ ബാധിച്ചിട്ടില്ല. ശക്തമായ ഇത്തരം അഴിമതിക്കെതിരെ, ഇത്തരം പ്രകൃതി ചൂഷണത്തിനെതിരെ ശക്തമായ പ്രതിഷേധ സമരങ്ങളുമായി പോകും. അതിനൊരു ഭാഗം തന്നെയാണ് റൈറ്റ് വിഷൻ. ഈ സമരങ്ങൾക്കെല്ലാം റൈറ്റ് വിഷൻ ന്യൂസ് വലിയ രീതിയിലുള്ള നേതൃത്വം കൊടുത്തിട്ടുണ്ട്. കാരണം അനീതിക്കെതിരെ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങ് ഈ വ്യത്യസ്ത വിഷയങ്ങളിൽ ഇപ്പോൾ ഇവിടെ ഒരു കൂട്ടായ്മ, ജനങ്ങളുടെ കൂട്ടായ്മയിൽ അങ്ങ് അതിൻ്റെ ലീഡർഷിപ്പ് എടുക്കുന്നു. ഇത് കൂടാതെ തന്നെ വ്യത്യസ്ത മേഖലകളിൽ അങ്ങ് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചു പാലിയേറ്റീവ് ഉണ്ട്. ലയൺസ് ക്ലബിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തകനാണ് അങ്ങ് മനസ്സിലാക്കുന്നു. അതിൻ്റെ ഒരു റീജിയണൽ ചെയർപേഴ്സണാണ് ഇപ്പോൾ അങ്ങ് പ്രവർത്തിച്ചു വരുന്നത്. ഈ ലയൺസ് ക്ലബിൻ്റെ ഒരു പ്രവർത്തനം അങ്ങേക്ക് എത്രമാത്രമാണ് അങ്ങേ സ്വാധീനിച്ചത്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രവർത്തനം നടത്താൻ സാധിക്കുന്നത്? അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റും? എല്ലാം വളരെ ക്ലിയറാണ്. ഉദ്ദേശശക്തി എവിടെയാണ് വേദന അനുഭവിക്കുന്ന സ്ഥലത്ത് പോയി അതാത് രീതിയിൽ സഹായിക്കലാണ് നമ്മുടെ ലക്ഷ്യം, എൻ്റെ മനസ്സിലുള്ളത്. അതിന് ഏറ്റവും വലിയൊരു കൂട്ടായ്മയെ ഞാൻ കാണുന്നത് ലയൺസ് ക്ലബ്ബാണ്. ലയൺസ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അറിയാം, ലോകത്തെ ഏറ്റവും വലിയ പ്രസ്ഥാനമാണ്. ലോകത്തിൽ ഇത്തരം വലിയ സർവീസ് സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ പ്രസ്ഥാനത്തിൽ അംഗമാണ് ഞാൻ. ഇന്ത്യയിലുള്ള ഒരാളെ ഇന്റർനാഷണൽ പ്രസിഡന്റ്. അതെ, അദ്ദേഹമാണ്. അപ്പോൾ കൂടുതൽ ഊർജ്ജം നമുക്ക് കിട്ടുന്നുണ്ട്. 19 വർഷമായിട്ട് ഞാൻ ഈ പ്രസ്ഥാനത്തിലുണ്ട്. ചേലക്കര ക്ലബ്ബ് തുടങ്ങിയ കാലത്ത് ഞാൻ ചാർട്ടേഡ് മെമ്പറാണ്. താങ്കളെ പോലെ തന്നെ ഞാനും ചേലക്കര ക്ലബിൻ്റെ ചാർട്ടേഡ് മെമ്പറാണ്. അപ്പോൾ അന്ന് മുതൽ നമ്മൾ ചെയ്യുന്ന സേവനം എവിടെയാണോ ആവശ്യക്കാരെ, കഷ്ടപ്പെടുന്നവരെ, ഈ ലയൺസ് ക്ലബ്ബിലൊന്നും ഒരു ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല, പ്രസ് ക്ലബ്ബിലും ഇല്ല,
പാലിയേറ്റീവിലും ഞാനായി ബന്ധപ്പെടുന്ന സകല മേഖലയിലും ഞാനൊരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ കൂടി ഞാനായി പ്രവർത്തിക്കുന്ന ഇത്തരം മേഖലകളിലൊന്നും തന്നെ കക്ഷി രാഷ്ട്രീയ സാമ്പത്തിക വ്യത്യാസമില്ലാതെയാണ് എൻ്റെ പ്രവർത്തനം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങപ്പോൾ പ്രസ് ക്ലബിൻ്റെ പ്രസിഡൻ്റാണ്, അതുപോലെ തന്നെ പത്രപ്രവർത്തക യൂണിയൻ്റെ ജില്ലാ പ്രസിഡൻ്റാണ്, പിന്നെ കേബിൾ അതുപോലെ തന്നെ ഈ ഓപ്പറേറ്റേഴ്സ് അതിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് അങ്ങ് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മാധ്യമ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു അംഗമാണ്. അപ്പോൾ അതേപോലെ തന്നെ സാമുദായിക രംഗത്തും NSSൻ്റെ കരയോഗ പ്രസിഡൻ്റാണ് അല്ലേ? അതെ. അപ്പോൾ അങ്ങനെ അവിടെയൊക്കെ എന്തൊക്കെ അവിടെയും അങ്ങയുടെ പ്രവർത്തനങ്ങളുണ്ട്, സാമുദായിക രംഗത്തും പ്രവർത്തനങ്ങൾ സജീവമായിട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് ഇത്രയും മേഖലകളിൽ അങ്ങ് സജീവമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്? നല്ല ചോദ്യമാണ്. ഞാൻ സൂചിപ്പിച്ചല്ലോ, നമ്മൾ സമയം നമ്മൾ കണ്ടെത്തുന്നതാണ്. അപ്പോൾ നമ്മൾക്കിതിനൊക്കെ ഒരു നല്ല കാര്യങ്ങൾ ചെയ്യാൻ ജീവിതത്തിൽ 24 മണിക്കൂർ ഉപയോഗിച്ചാൽ ഒന്നും മതി. അപ്പോൾ നമുക്ക് എല്ലാ ഉറക്കവും മറ്റെല്ലാ പ്രശ്നങ്ങളും സമൂഹത്തിന് വേണ്ടി നമ്മൾ ഓടി നടക്കുമ്പോൾ നമുക്ക് ഉണ്ടാവില്ല. ഞാനതൊരു മാതൃകയായി എടുക്കുന്ന ഒരാളാണ്. ഇതെല്ലാം മാനേജ് ചെയ്യാൻ ഒരു കുറവുമില്ലാതെ മാനേജ് ചെയ്യാൻ എനിക്ക് കഴിയുന്നുണ്ട്. കാരണം അത് എൻ്റെ മാത്രം കഴിവല്ല, മറിച്ച് എൻ്റെ സഹപ്രവർത്തകർ, ഇപ്പോൾ NSSലായാലും എൻ്റെ സെക്രട്ടറി, പ്രസ് ക്ലബ്ബിലായി കഴിഞ്ഞാൽ പ്രസ് ക്ലബിൻ്റെ ഒരു പ്രസിഡൻറ്റ്, സെക്രട്ടറി, ട്രഷറർ അടങ്ങുന്ന അതിശക്തമായ പക്ഷേ ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല മാതൃകാപരമായൊരു ക്ലബ്ബാണ് ചേലക്കര ലയൺസ് ക്ലബ്ബ്. അപ്പോൾ അത്തരം ക്ലബ്ബിൽ ഒരു മാതൃകയായി ഇരിക്കുകയെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നടത്തിക്കൊണ്ടുപോകാൻ ശക്തരായ ആളുകളുണ്ട്. അതേമാതിരി പ്രസ് ക്ലബ്ബിലുണ്ട്. പിന്നെ പത്രപ്രവർത്തക അസോസിയേഷൻ ഞാനുമായി ചേർന്നിട്ട് ഏകദേശം 7 വർഷമായി ഞാൻ അതിൻ്റെ ജില്ലാ പ്രസിഡൻ്റാണ്. പിന്നെ സംസ്ഥാന സമിതി അംഗം കൂടിയാണ്. അതേമാതിരി ഞാൻ തുടങ്ങുന്ന കാലത്ത് കേബിൾ ആൻഡ് നെറ്റ്വർക്ക് ഓപ്പറേറ്റേഴ്സ്, അന്നത്തെ കാലത്തൊന്നും ആധുനിക ടെക്നോളജി ഒന്നുമില്ല, ഫൈബർ ഒന്നും വലിക്കുന്നില്ല. അന്നത്തെ കാലത്ത് അത് ഈ ചാനൽ ഉടമകളുമായി വലിയ മത്സരവും വലിയ സമരങ്ങളും അത് കേസും കോടതിയും നിരവധി പ്രാവശ്യം നിരവധി കേസുകളുമായി എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഇന്നും നിരവധി കേസുകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അത്തരം വലിയ ഈ കോർപ്പറേറ്റ് കമ്പനികൾക്കെതിരെ സമരം നടത്തിക്കൊണ്ടാണ് ശക്തമായ ഈ മേഖല, ഈ ലോക്കൽ കേബിൾ മേഖല ഞങ്ങൾക്ക് ശക്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ പ്രാദേശിക പത്രപ്രവർത്തനം അല്ലെങ്കിൽ പ്രാദേശിക ഈ മാധ്യമ പ്രവർത്തനം അത് നമ്മൾ മറ്റ് രീതിയിൽ അതിന് കാണാൻ പറ്റില്ല. കാരണം പലപ്പോഴും സാധാരണക്കാരായ ആളുകളാണ് ഈ പ്രാദേശിക മാധ്യമ പ്രവർത്തന രംഗത്തേക്ക് കടന്നു വരുന്നത് അല്ലേ? അപ്പോൾ ആ പ്രവർത്തനങ്ങളെയൊക്കെ അവരെയൊക്കെ കോർഡിനേറ്റ് ചെയ്ത് അതിൻ്റെ പ്രസിഡൻ്റായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു തുടർച്ചയായിട്ട് അങ്ങ് പ്രസ് ക്ലബിൻ്റെ പ്രസിഡൻ്റാണ്. അപ്പോൾ അവരെ ആ പ്രാദേശിക പത്രപ്രവർത്തനത്തിൻ്റെ അവരെ ഒരു ലീഡ് ചെയ്യുന്നതിൽ എന്താണ് അങ്ങേക്ക് കൂടുതലായിട്ട് പറയാനുള്ളത്? കാരണം അതൊരു വലിയൊരു മേഖലയാണ് അല്ലേ? പ്രാദേശികമാണ്. നമ്മൾ ഒരു ഒത്തൊരുമ അല്ലെങ്കിൽ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രസ് ക്ലബിനെ സംബന്ധിച്ചോളം യാതൊരു എതിരഭിപ്രായമില്ല. എന്തെല്ലാം എതിരഭിപ്രായം, വ്യത്യസ്ത അഭിപ്രായം, പലർക്കും രാഷ്ട്രീയമുണ്ട്, അറിയാലോ. വ്യക്തിപരമായ രാഷ്ട്രീയം ഓരോരുത്തർക്കുണ്ട്, എനിക്കുമുണ്ട്, അതേമാതിരി എല്ലാവർക്കുമുണ്ട്. അത്തരം രാഷ്ട്രീയത്തിനെല്ലാം അപ്പുറം മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ കണ്ണാടിയായി പ്രവർത്തിക്കേണ്ടത്, ജനങ്ങളുടെ മനസ്സായി പ്രവർത്തിക്കേണ്ടത്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടത്, ഇത്തരം അധികാരവർഗത്തിനെതിരെ ചോദ്യം ചെയ്യാൻ അത് ഞങ്ങൾക്ക് കഴിയും. കാരണം ഞങ്ങളുടെ പേനയും ഞങ്ങളുടെ ക്യാമറയും എന്ന് പറഞ്ഞാൽ അത് സ്ഥിരമായി കാണാൻ കഴിയില്ല. സമൂഹത്തിലെല്ലാം ഇരുട്ടിൽ കിടക്കുന്ന വസ്തുക്കളെല്ലാം വെളിച്ചത്തിൻ്റെ ലോകത്തേക്ക് കൊണ്ടുവരികയും അത് അധികാരികളുടെയും മറ്റുള്ളവരുടെയും കണ്ണു തുറപ്പിച്ചുകൊണ്ട് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഇത്തരം അനീതിക്കെതിരെ പൊരുതി അത് ജയിക്കാൻ വലിയ രീതിയിലുള്ള പ്രവർത്തനം ചേലക്കര പ്രസ് ക്ലബ്ബ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അങ്ങ് സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലൊപ്പം രാഷ്ട്രീയ രംഗത്തും പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ? BJPയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആയിട്ട് അംഗമായിട്ട് അങ്ങ് പ്രവർത്തിച്ചു വരുന്നു. BJP ജില്ലാ കമ്മിറ്റി അംഗമാണ് ഞാൻ. ചേലക്കരയുടെ ചാർജുള്ള ജില്ലാ കമ്മിറ്റി അംഗമാണ്. അപ്പോൾ ആ രാഷ്ട്രീയ പ്രവർത്തനത്തിനും അങ്ങ് സമയം കണ്ടെത്തുന്നുണ്ട്. അത് വളരെ നന്നായി നയിക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും അതൊരു അഭിനന്ദനാർഹമായ കാര്യമാണ്. കാരണം ഇത്തരം രാഷ്ട്രീയ രംഗത്ത് നിൽക്കുമ്പോഴും എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു കൂട്ടായ്മയായിട്ട് പല പ്രവർത്തനങ്ങളുമാണ് അങ്ങ് നടത്തി വരുന്നത്. അതിന് തീർച്ചയായിട്ടും അതിലൊരു അഭിനന്ദനാർഹമായ കാര്യമായിട്ടാണ് സൂചിപ്പിക്കുന്നത്. ഗോപിയേട്ട, മറ്റൊരു കാര്യം, അങ്ങയുടെ റൈറ്റ് വിഷൻ ന്യൂസ് ചാനൽ അത് പുതിയ ചില സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളുമായി അത് പുതിയതായിട്ട് വീണ്ടും അത് മാറ്റുരച്ചുകൊണ്ട് കടന്നു വരികയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിൻ്റെ പുതിയ വിഷനും എന്താണ്, അല്ലെങ്കിൽ പുതിയ പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? പുതിയ കാഴ്ചപ്പാടുകളെ കുറിച്ച് പറയാൻ പറ്റുമോ അങ്ങേക്ക്? തീർച്ചയായിട്ടും. അത് ഈ റൈറ്റ് വിഷനെ സംബന്ധിച്ചിടത്തോളം അത് എൻ്റെ മാത്രം വിഷനല്ല, മറിച്ച് അതിൻ്റെ എൻ്റെ പിന്നിൽ ഞാൻ അതിൻ്റെ ഓണറാണെങ്കിലും എൻ്റെ വിഷൻ തന്നെയാണ് അവിടെ നടക്കുന്നതെങ്കിലും അതിൻ്റെ ക്രൂവിന് വലിയൊരു പങ്കുണ്ട്. അതിൽ വളരെ കഴിവുള്ള ആളുകളായ ഒരു ടീമാണ് ഞങ്ങൾ വളരെ കഴിവുള്ളവരായ ഒരു ടീമാണ് ഞങ്ങൾക്കുള്ളത്. അവർ നേരവും സമയവും നോക്കാതെ പലവർക്കും ഞാൻ പറഞ്ഞു, വീണ്ടും ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു, അവർക്ക് നിരവധി ഭീഷണി ഉണ്ടായിട്ടുണ്ട്. അവരുടെ എല്ലാം ക്യാമറ പിടിച്ചാൽ കയ്യിൽ വിലങ്ങ് വീഴുമെന്ന് പറയുന്നൊരു കാലമുണ്ടായിരുന്നു. അവിടെ നിന്നുമെല്ലാം അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് റൈറ്റ് വിഷൻ മുന്നോട്ട് പോവുകയാണ്. യാതൊരു സംശയവുമില്ല, റൈറ്റ് വിഷൻ അത് മുന്നോട്ട് പോയിക്കൊണ്ടതിന് ശരിയായ ദിശയിൽ ശരിയായ സമയത്ത് റൈറ്റ് വിഷൻ്റെ ക്യാമറ ഉണ്ടാവും. അതിൽ ഞങ്ങളുടെ പ്രധാനപ്പെട്ട റൈറ്റ് വിഷൻ പരിപൂർണ്ണം നടത്തുന്ന ഞങ്ങളുടെ സമീർ എന്ന് പറഞ്ഞാൽ ആണ് അദ്ദേഹത്തിൻ്റെ ന്യൂസ് ഹെഡ്. അദ്ദേഹത്തിൻ്റെ വിഷൻ വളരെ വലുതാണ്.
ഞങ്ങളിപ്പോൾ വളരെ സംസ്ഥാന തലത്തിലേക്ക് നീങ്ങിക്കൊണ്ട് ആണ് ഞങ്ങളുടെ പരിപാടി. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ എല്ലാം ഒരു ആധുനികവൽക്കരണം നടക്കുന്നു. ഇനി കൂടുതൽ ഉയരങ്ങളിലേക്ക് ലക്ഷ്യം വളരെ വ്യക്തമാണ്. എത്രമാത്രം ഉയർന്നാലും സമൂഹത്തിൻ്റെ നന്മ തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അവിടെ യാതൊരു സാമ്പത്തികമായ നേട്ടവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അത് ഞങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഗോപിയേട്ട, ഒട്ടേറെ കാര്യങ്ങൾ അങ്ങ് ഈ പറയുന്ന ഈ പ്രോഗ്രാമിലൂടെ ഇവിടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇവിടെ പറയുകയുണ്ടായി. ഒത്തിരി മേഖലയിൽ അങ്ങ് പ്രവർത്തിക്കുന്നുണ്ട്. സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ, ആതുര സേവന രംഗത്ത്. പ്രേക്ഷകരോട് ഇത്ര നേരം സംസാരിച്ച് ഈ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചതിന് നന്ദി അർപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം, താങ്ക് യു. എനിക്കും നന്ദിയുണ്ട്. ഞങ്ങളുടെ റൈറ്റ് വിഷൻ കുടുംബത്തിൽ ഒരു അംഗമായി അങ്ങ് ഞങ്ങളെ സഹകരിക്കുന്നതും ഞങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിനും വളരെ നന്ദിയുണ്ട്. താങ്ക് യു. ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്ന ഈ പ്രോഗ്രാമിൽ പുതിയ അതിഥിയുമായി വീണ്ടും കാണാം. കുടുംബത്തിനും കൂട്ടുകാർക്കുമൊപ്പം പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിൽ ആർത്തുല്ലസിക്കാൻ ആനമല ഹോം സ്റ്റേ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ആനമല ഹോം സ്റ്റേ, തിരുവല്ലോമല.